Dear students, welcome to Learner's World. In this video, I'm going to talk about gender equality is not a women's issue. FIGP semester 4 SEC Commerce and Management, Calcutta University. Summary of gender equality is not just a women's issue. Gender equality is not just a women's issue. It's an essay that explains why achieving gender equality requires the active involvement of men and boys, not just the empowerment of women. ജെൻഡർ ഈക്വാലിറ്റി ലിംഗസമത്വം എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം പ്രശ്നമല്ല, പുരുഷന്മാരും കൂടി, അതായത് പുരുഷന്മാരും ആൺകുട്ടികളും എല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. ഒരു സ്ത്രീ ശാക്തീകരണം മാത്രം ഇത് ലക്ഷ്യം വെച്ച് ഈ ഒരു ലിംഗസമത്വത്തെ ഒതുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയൊക്കെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഇതിലുണ്ടായാൽ മാത്രമേ ലിംഗസമത്വം സാധ്യമാവുകയുള്ളൂ. The authors argue that gender inequality is deeply rooted in unequal power structures in society. ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്, അതായത് ലിംഗസമത്വം എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള പവർ സ്ട്രക്ചറിൽ വരുന്ന ആ ഒരു അൺഈക്വൽ ആയിട്ടുള്ള രീതിയാണ്. അതായത് പവർ സ്ട്രക്ചറിൽ വരുന്ന അസമത്വമാണ് ഈ ഒരു ജെൻഡർ ഈക്വാലിറ്റിയിലേക്ക് നയിക്കുന്നത്, ജെൻഡർ ഇനീക്വാലിറ്റിയിലേക്ക് നയിക്കുന്നത്. Because men often hold more social, economic and political power, true equality cannot be achieved unless they participate in changing systems, attitudes and behaviors. അതായത് പുരുഷന്മാർക്കാണ് കൂടുതൽ സോഷ്യലി സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അതുപോലെ രാഷ്ട്രീയപരമായിട്ടൊക്കെ പവർ കൂടുതൽ പുരുഷന്മാർക്കാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രൂ ഈക്വാലിറ്റി, ഒരു സമത്വം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് അതായത് ഈ പുരുഷന്മാരുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നത് വരെ ഒരു ട്രൂ ഈക്വാലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. The essay begins by introducing FSG, Foundation Strategy Group, a global non-profit organization that works with companies and foundations to promote equitable systems. അപ്പോൾ ഈ ഒരു എസ്സേ തുടങ്ങുന്നത് തന്നെ ഒരു ഓർഗനൈസേഷൻ, ഒരു ഗ്ലോബൽ ആഗോളതരത്തിലുള്ള ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ലാഭേച്ഛയില്ലാത്ത, ലാഭം ലക്ഷ്യം വെക്കാത്ത ഒരു സംഘടനയാണ്. അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എസ്സേ തുടങ്ങുന്നത്. ഇതിൻ്റെ ഫൗണ്ടേഷൻ തന്നെ പ്രൊമോട്ട് എക്വിറ്റബിൾ സിസ്റ്റംസ്, അതായത് ഒരു ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. FSG believes that ലോങ് ടേം പ്രോഗ്രസ് ഹാപ്പൻസ് ത്രൂ സിസ്റ്റമാറ്റിക് ചേഞ്ച് റാദർ ദാൻ സ്മോൾ ഐസൊലേറ്റഡ് ആക്ഷൻസ്. അതായത് ഒരു ദീർഘകാല പുരോഗതി ഉണ്ടാവണമെങ്കിൽ ഒറ്റപ്പെട്ട ചെറിയ പ്രവർത്തികളൊന്നും ചെയ്താൽ സാധ്യമാവില്ല എന്നാണ് പറയുന്നത്. The organization conducts research and partners with the institution to design strategies that connect social impact with business and philanthropic goals. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ ഒരുപാട് റിസർച്ചും അതുപോലെ ഒരുപാട് സ്ട്രാറ്റജീസൊക്കെ, ഒരുപാട് തന്ത്രങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. One of its focus area is gender equity, which aligns with the United Nations Sustainable Development Goal 5 that aims to achieve gender equality and empower all women and girls. അപ്പോൾ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റി തന്നെയാണ്. അതായത് യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 5 അതുമായിട്ട് ചേർന്നാണ് ഇവരിത് അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. ജെൻഡർ ഈക്വാലിറ്റിയും സ്ത്രീ ശാക്തീകരണവും ഒക്കെ ലക്ഷ്യം വെക്കുന്നത്. One major issue discussed is the unequal burden of unpaid household work and child care. അപ്പോൾ ഈ ഒരു എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ആണ്, അതായത് സ്ത്രീകൾക്ക് ഒരു ശമ്പളവും ഇല്ലാതെ ഹൗസ് ഹോൾഡ് വർക്ക്, അതായത് അൺഈക്വലായിട്ട്, അതായത് ഒരു വീട്ടിലെ ജോലി സ്ത്രീകൾ മാത്രമാണ് ചെയ്യുന്നത്, പുരുഷന്മാരല്ല. അതുപോലെ കുട്ടികളെ നോക്കുന്നതും ഇതൊരു മേജർ ഇഷ്യൂ ആയിട്ട് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. Across the world, women spend significantly more time than men on domestic responsibilities, even when they are employed. അതായത് സ്ത്രീകൾ ജോലിയുള്ളവരാണെങ്കിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഹൗസ് ഹോൾഡ് വർക്കിൽ, ഹൗസ് ഹോൾഡ് ചോഴ്സിൽ ഒക്കെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നത്, കുട്ടികളെ നോക്കുന്നതും വീട്ടുജോലിയിലൊക്കെ. This limits women's opportunities for career growth and financial independence. ഇതൊക്കെ ഈ സ്ത്രീകളെ കരിയർ ഗ്രോത്ത്, അവരുടെ ജോലിയിലുള്ള
വളർച്ച, അതുപോലെ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള വളർച്ച, ഇതിനൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ ഒരു ലിമിറ്റ് ചെയ്യുന്നുണ്ട്. They say highlights organizations like Pramundo in Brazil that work with men and boys to challenge harmful ideas about masculinity and encourage shared responsibilities at home. അപ്പോൾ ഈ ഒരു എസ്സേയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രസീലിലെ പ്രമുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. അവർ പുരുഷന്മാരെയും ആൺകുട്ടികളെയൊക്കെ അതായത് ഇങ്ങനെയുള്ള മാസ്കുലിനിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ള ഹാർംഫുള്ളായിട്ടുള്ള രീതികൾ ഒക്കെ ചലഞ്ച് ചെയ്യുകയും അതുപോലെ വീട്ടിലെ ജോലികളൊക്കെ ഷെയർ ചെയ്യാൻ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണത്. When men participate equally in caregiving and household duties, families become healthier and gender equality improve. അതായത് പുരുഷന്മാർ സ്ത്രീകളുടെ കൂടെ ഈ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ഷെയർ ചെയ്യുകയും കുട്ടികൾ നോക്കുന്നതൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലീസ് കുടുംബ ബന്ധങ്ങളിൽ തന്നെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും. അതുമൂലം ജെൻഡർ ഈക്വാലിറ്റി, ലിംഗ സമത്വം കുറച്ചും കൂടെ പുരോഗതി നേടും. The essay also discusses how traditional norms of masculinity affect both men and women. പിന്നീട് ഈ എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് മാസ്കുലിനിറ്റിനെ കുറിച്ചിട്ട്. അത് ഒരേ സമയം പുരുഷനെയും സ്ത്രീയെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബോയ്സ് ആർ ഓഫൻ തോട്ട് ടു ഫോളോ റിജിഡ് എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് ഹൗ എ റിയൽ മാൻ ഷുഡ് ബിഹേവ്. അതായത് ആൺകുട്ടികൾക്ക് കുറച്ച് ട്രഡീഷണലായിട്ട് അവർ ഫോളോ ചെയ്യേണ്ട കുറച്ച് സമൂഹം കൽപ്പിക്കുന്ന കുറച്ച് പ്രതീക്ഷകളുണ്ട്. അതിൽ വരുന്നതാണ് ആൺകുട്ടികൾക്ക് കരയാൻ പാടില്ല, അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം, അവരാണ് ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി എന്നുള്ള കുറേ എക്സ്പെക്റ്റേഷൻസ്. ദീസ് എക്സ്പെക്റ്റേഷൻസ് ക്യാൻ ക്രിയേറ്റ് പ്രഷർ, ലിമിറ്റ് ഇമോഷണൽ എക്സ്പ്രഷൻ ആൻഡ് റീൻഫോഴ്സ് അൺഈക്വൽ റിലേഷൻഷിപ്പ്. ഈ ഒരു പ്രതീക്ഷകൾ, സാമൂഹിക എക്സ്പെക്റ്റേഷൻസ് ഈ ആൺകുട്ടികളിൽ പ്രഷർ ഉണ്ടാക്കുന്നു. അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇൻ സം കൺട്രീസ് യങ് മെൻ ലാക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ അബൌട്ട് റിലേഷൻഷിപ്പ് ആൻഡ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് വിച്ച് ലീഡ്സ് ടു മിസ്ഇൻഫർമേഷൻ ആൻഡ് അൺഹെൽത്തി ബിഹേവിയേഴ്സ്. ചില രാജ്യങ്ങളിൽ അതായത് ഈ യൗവനത്തിലുള്ള ആളുകൾക്ക് അവർക്ക് പ്രോപ്പറായിട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അൺഈക്വൽ, അതായത് ബന്ധങ്ങളെക്കുറിച്ചിട്ട് ഉള്ള വിവരം കിട്ടാതിരിക്കുകയും അതുമൂലം ഒരു തെറ്റായിട്ടുള്ള വിവരങ്ങളിലേക്കും തെറ്റായിട്ടുള്ള ധാരണകളിലേക്കും ഒരു ആരോഗ്യപരമല്ലാത്ത രീതിയിലുള്ള സ്വഭാവങ്ങളിലേക്കൊക്കെ വ്യതിചലിക്കാൻ കാരണമാകുന്നുണ്ട്. Programs such as Men Stand Up aims to provide accurate information and encourage young men to reflect on their attitudes. അതായത് ചില പ്രോഗ്രാംസ്, മെൻ സ്റ്റാൻഡപ്പ് പോലത്തെ പ്രോഗ്രാംസിൻ്റെ ലക്ഷ്യം തന്നെ അതായത് ഈ ബന്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നൽകുക, അതുമൂലം യങ് മെന് അവരുടെ ആറ്റിറ്റ്യൂഡ്സിലും ബിഹേവിയറിലൊക്കെ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യമാണ്. ബൈ അഡ്രസ്സിങ് ദീസ് നോംസ് ഏർലി സൊസൈറ്റീസ് ക്യാൻ റെഡ്യൂസ് ഇൻഇക്വാലിറ്റി ആൻഡ് പ്രൊമോട്ട് റെസ്പെക്റ്റ്ഫുൾ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്താൽ, അതായത് യങ് മാന് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ അറിവ് കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് മാറും. അപ്പോൾ ഇത് ആദ്യം തന്നെ കറക്റ്റ് ചെയ്താൽ ഒരു റെസ്പെക്റ്റ്ഫുൾ റിലേഷൻഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. ഇതുമൂലം ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ കഴിയും, അസമത്വം റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ ദിസ് ഈസ് ദ റോൾ ഓഫ് കമ്പനീസ് ഇൻ ഷേപ്പിംഗ് സോഷ്യൽ ചേഞ്ച്. വേറൊരു പോയിന്റ്, പ്രാധാന്യം നൽകുന്ന ഒരു പോയിന്റ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്, കമ്പനീസിന്, ഒരുപാട് കമ്പനികൾക്ക് ഒരു സാമൂഹിക മാറ്റം കൊണ്ടുവരാൻ കഴിയും. ബിസിനസ്സസ് ഹാവ് ദ പവർ ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ആറ്റിറ്റ്യൂഡ് ത്രൂ അഡ്വർടൈസിങ് ആൻഡ് വർക്ക് പ്ലേസ് പോളിസീസ്. അതായത് ഈ കമ്പനികളിൽ പരസ്യങ്ങളിലൂടെയൊക്കെ ഒരു സാമൂഹിക മാറ്റം കൊണ്ടുവരാൻ കഴിയും. അതായത് ഈ ടോക്സിക് ആയിട്ടുള്ള മാസ്കുലിനിറ്റി ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതിന് പകരമായിട്ട് ജെൻഡർ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്ത് ഈ ടോക്സിക് മാസ്കുലിനിറ്റിനൊക്കെ പൊളിച്ചെഴുതുന്ന തരത്തിൽ അഡ്വർടൈസിങ് നടത്താൻ കഴിയും. ഇതുമൂലം ഒരു സാമൂഹിക മാറ്റം കൊണ്ടുവരാൻ കഴിയും. എസ്സേ മെൻഷൻസ് how companies can challenge harmful stereotypes and promote positive role models. And organizations public address issues like toxic masculinity and support gender equality. They help shift cultural expectations. അതായത് ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹാംഫുൾ സ്റ്റീരിയോടൈപ്സ്,
അതായത് സമൂഹം ഇതുവരെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്താൻ കമ്പനികൾക്ക് കഴിയും. പരസ്യങ്ങളിലൂടെ ടോക്സിക് മാസ്കുലിനിറ്റിനെ അവോയ്ഡ് ചെയ്ത് ഒരു ജെൻഡർ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ച് സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിയും. The workplace is highlighted as a key area where men can act as effective advocates. Women remain underrepresented in leadership positions, especially in senior management and executive roles. ഇനി വർക്ക് പ്ലേസ് എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് കുറച്ചും കൂടെ പവർ ആയിട്ട് ഇരിക്കുന്നത്. സ്ത്രീകൾ സീനിയർ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് റോളിലൊന്നും സ്ത്രീകൾ വരുന്നില്ല. റിസർച്ച് ഷോസ് ദാറ്റ് വുമൻ ആർ ഓഫൻ മെൻറ്റേർഡ് ബട്ട് നോട്ട് സ്പോൺസേർഡ്. അതായത് റിസർച്ച് നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകളെ മെൻറ്റേർഡ് ആക്കുന്നുണ്ട്, സ്പോൺസേർഡ് ആക്കുന്നില്ല. മെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് ഒക്കെ നൽകാനുള്ള ആക്കുന്നുണ്ട്. പക്ഷേ സ്പോൺസേർഡ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ്, വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതൊന്നും ആ റോളിലേക്കൊന്നും സ്ത്രീകളെ കൊണ്ടുവരുന്നില്ല. മെൻറ്റർഷിപ്പ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ബട്ട് സ്പോൺസർഷിപ്പ് ഇൻവോൾവ്സ് ആക്റ്റീവ്ലി recommending women for promotions and leadership opportunities. Male leaders who often hold decision-making power can use their influence to support women's advancement. By doing so, they help create inclusive workplace cultures where both men and women have equal chances to succeed. വർക്ക്പ്ലേസിൽ പുരുഷന്മാരാണ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കുന്നത്, സ്ത്രീകൾക്ക് ആ ഒരു റോള് കിട്ടുന്നില്ല. അതുപോലെ ഡിസിഷൻ മേക്കിംഗ് പവറൊക്കെ മെയിൽ ലീഡേഴ്സിനാണുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അസമത്വം നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെൻ ആൻഡ് വുമൺ ഈക്വൽ ചാൻസസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഒരു ഇനീക്വാലിറ്റി തടയാൻ കഴിയും. The authors conclude that focusing only on empowering women can unintentionally ignore the deeper systematic issues that sustain inequality. ഓഥർ പറയുന്നത്, ഈ ഒരു എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത്, നമ്മൾ സ്ത്രീ ശാക്തീകരണം മാത്രം ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിംഗ അസമത്വം ഇല്ലാതാവില്ല. അവിടെ നമ്മൾ ചെയ്യുന്നത്, അതായത് ഈ ഒരു ലിംഗാസമത്വത്തിനുള്ള ഡീപ്പർ സിസ്റ്റമാറ്റിക് ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്, അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. Gender equality requires the participation of many actors including government, companies, foundations, NGOs, men and women. അപ്പോൾ ഈ ഒരു ലിംഗ സമത്വത്തിന് അതായത് ഗവൺമെൻറ്റിൻ്റെയും ഒരുപാട് ഓർഗനൈസേഷൻസിൻ്റെയും ഫൗണ്ടേഷൻസിൻ്റെയും NGOs, മെൻ ആൻഡ് വുമൺ, ഇവരുടെ ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായാൽ മാത്രമേ ഈ ഒരു ജെൻഡർ ഇനീക്വാലിറ്റിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. Men must serve as allies and advocates by examining their own behaviors, challenging unfair norms and committing to reducing disparities. Achieving gender equality benefits everyone socially, economically and politically. When men and women work together to reshape systems and shape power, society moves closer to becoming more just, inclusive and equitable. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പുരുഷന്മാർ അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്തണം. എന്നാൽ മാത്രമേ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള സമൂഹം നമുക്ക് വാർത്തെടുക്കാൻ കഴിയൂ, ഒരു ജെൻഡർ ഇക്വാലിറ്റി നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഓക്കെ.